ശരിക്കല്ല കെട്ടിയിരിക്കുന്നു, മനസ്സിലായോ? എന്റെ തൈ എങ്ങനെ കിട്ടണമെന്ന് എനിക്കറിയാം. യു ആർ എ കൺട്രി. സാർ അവിടെ എന്നെ വിളിക്കരുത്. പിന്നെ ടൈ അഴിച്ചു കെട്ടണം. ഓക്കെ മിസ്റ്റർ, ടൈ അഴിച്ചു കെട്ടാനാണ് ഞാൻ പറഞ്ഞത്. അഴിച്ചാൽ തിരിച്ച് കെട്ടാൻ പോലും മിസ്റ്റർ, കെട്ടിട്ട് വൈകുന്നേരം കാണാനൊക്കൂ. സാറിനെ കണ്ട് മാപ്പ് വരാം, അല്ലെങ്കിൽ മാനേജരോട് പറഞ്ഞാൽ ജോലി കളയിക്കും. മനോഹർ സാറിന് മാനേജർ തൊഴിൽപ്പെടുത്തണം. അതെ അതെ അതെ. സാർ സാർ സാർ, ഞാൻ ആളറിയാതെ ഇതൊക്കെ ചെയ്തു പോയതാണ്. ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം സാർ. ശരി, ക്ഷമിച്ചിരിക്കുന്നു. സാർ, ഇന്ന് വൈകുന്നേരം എന്റെ വീട്ടിൽ സാർ കാപ്പി കുടിക്കാൻ വരണം. ഞാനങ്ങനെ കീഴ് ജീവനക്കാരുടെ വീട്ടിൽ പോയി കാപ്പി കുടിക്കാറില്ല. അങ്ങനെ പറയരുത് സാർ, എന്റെ ഭാര്യയുടെ ഒരു വലിയ ആഗ്രഹമാണ്. ഭാര്യയുണ്ടോ? ഭാര്യയ്ക്ക് വായ്പൻസോൾഡർ ഉണ്ടോ? ഇതുവരെ ഞാനേ ഉള്ളൂ. ഞങ്ങൾ ഈയിടെ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ സാർ. ശരി, അപ്പൊ ഞാൻ കാപ്പി കുടിക്കാൻ വരാം. സാർ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരാം. തീർച്ചയായിട്ടും വരാം. അറിയാവൂ, ഞാൻ എന്തൊക്കെ ചെയ്തു പോയി സാർ. ക്ഷമിക്കണം, വരണേ. വരാം. എക്സ്ക്യൂസ് മീ, ഈയിടെ നടന്ന ട്രെയിൻ അപകടത്തിൽപ്പെട്ട് ഇവിടെയുള്ള ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഇവിടെയുള്ളവരാരും മരിച്ചതായി കേൾവിയില്ല. ആ, പേരെന്താ? പേര് എനിക്ക് ഓർമ്മയില്ല. പേരറിയാതെ എങ്ങനെ അന്വേഷിക്കാനാ? ഇവിടെയുള്ള ഒരു ഡോക്ടർ മോഹനൻ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാൾ പറഞ്ഞിരുന്നു. ഡോക്ടർ മോഹനെ ഞാൻ അറിയും. മോഹന്റെ വീടാണ്. ഓ, താങ്ക് യു. ആരാ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ ഡോക്ടർ മോഹനെ അന്വേഷിച്ചു വന്നതാണ്. ഇരിക്കൂ. ഡോക്ടർ ഇവിടെ ഇല്ലേ? ഇല്ല, ഊട്ടിയിൽ പോയിരിക്കുകയാണ്. എപ്പോ വരുമെന്ന് നിശ്ചയമില്ല. ആ, എന്താ കാര്യം? അല്ല, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ട്രെയിൻ അപകടം ഉണ്ടായല്ലോ. അതെ അതെ, ആ ട്രെയിനിൽ അവനും ഉണ്ടായിരുന്നു. ഈശ്വരാധീനം കൊണ്ട് അവന് അപകടം ഒന്നും സംഭവിച്ചില്ല. ഒരു സംശയം ചോദിക്കുകയാണ്. ഡോക്ടർ മദ്രാസിൽ നിന്ന് ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിരുന്നു. നിങ്ങളെന്താ ഇങ്ങനെ മര്യാദയില്ലാത്ത ചോദ്യം ചോദിക്കുന്നത്? ഡോക്ടർ മദ്രാസിൽ പോയപ്പോൾ പെട്ടെന്നൊരു പെൺകുട്ടി വിവാഹം കഴിക്കേണ്ടി വന്നെന്നും ആ പെൺകുട്ടിയുടെ സഹോദരനുമായിട്ടാണ് മടങ്ങിയതെന്നും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയിരിക്കും. എന്റെ മകൻ അങ്ങനെ ഞാൻ അറിയാതെ വിവാഹം കഴിക്കില്ല. അവൻ ആകെ കൂടി ഉള്ളത് ഞാൻ മാത്രമാണ്. അവൻ ഏതൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിനും ഞാൻ സമ്മതിക്കുന്നവളാണെന്നും അവനറിയാം. അല്ല, നേരത്തെ അറിയിച്ച് വിവാഹം കഴിക്കാൻ ഒക്കാത്ത ഒരു ചുറ്റുപാടിലാണ്. ഏത് ചുറ്റുപാടിലായാലും അങ്ങനെ തീരുമാനിക്കുന്നവനല്ല എന്റെ മകൻ. അഥവാ അങ്ങനെ സംഭവിച്ചാൽ തന്നെ വീട്ടിൽ വന്നാൽ ഉടനെ അവൻ എന്നോട് വിവരം പറയില്ലേ? അവൻ ഒളിച്ചു വെക്കേണ്ട ആവശ്യം എന്താ? നിങ്ങൾ മറ്റു വല്ലവരെയും ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ക്ഷമിക്കണം, ഞാൻ ഒരു സംശയം തീർക്കാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ ഇറങ്ങട്ടെ. നമസ്കാരം. ഗുഡ് മോർണിംഗ്.
മിസ്റ്റർ ഉണ്ണിക്കുറുപ്പേ, നിങ്ങളുടെ മിസ്സസിനെ സദാ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുത്തിക്കരുത്. ധാരാളം ആളുകളുമായി ഇടപഴകാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കണം. സാർ ഈ പറയുന്ന ഇടപഴകലിനുള്ള സൗകര്യം ഉണ്ടല്ലോ, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ സാർ നിർബന്ധമായിട്ട് പറയാമെങ്കിൽ ഇടപഴകാനുള്ള സൗകര്യം ഉണ്ടാക്കാം. പിന്നെ എന്തെല്ലാം വിശേഷങ്ങൾ സുമതി കുറുപ്പേ? കുറുപ്പ് സ്ഥാനം ഇങ്ങേർക്കുള്ളൂ. എന്നെ സുമതി കുട്ടിന്ന് വിളിച്ചാ മതി. സുമതിക്കുട്ടി, സുമതിക്കുട്ടി ആദ്യത്തെ പരിചയത്തിൽ തന്നെ വളരെ അടുത്തു കഴിഞ്ഞല്ലോ. സുമതിക്കുട്ടി ബീച്ചിലും പാർക്കിലും സിനിമയ്ക്കൊന്നും പോകാറില്ലേ? സാർ, ഞങ്ങൾ ഈയിടെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ സുമതിക്കുട്ടി ഇന്ന് തീർച്ചയായിട്ടും ക്യാബറ ഡാൻസിന് കൊണ്ടുപോകും. അതെന്തുവാ? ക്യാബറെ 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 ക്യാബറെ, അതായത് കുടിച്ചു കൂത്താടിയിരിക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്ന് ഒരു പെണ്ണ് മുണ്ടും തുണിയില്ലാതെ വന്നിന്ന് ഡാൻസ് ചെയ്യും. എന്നെ കൊണ്ട് കാണാൻ വയ്യ, നീ വേണേ പൊക്കോ. ശരി ശരി, കാപ്പി കുടിക്കാൻ വരാം. ഇത് മിസ്റ്റർ രമേശന്റെ ഫോട്ടോ അല്ലേ? ആ, ഇത് രമേശിന്റെ വീടാണ്. രമേശ് എന്റെ അമ്മാവന്റെ മോനെ. ഇത് അന്യ വീടാണ്, വലിയ വിഭവങ്ങളൊന്നും കാണില്ല, ചെറുതായിട്ട് ചെയ്യണം. ഇതാരാണ് മിസ്റ്റർ ഉണ്ണിക്കുറുപ്പേ? എന്നെ പരിചയപ്പെടുത്തില്ലല്ലോ. സുമതിക്കുട്ടിയമ്മേ, ഇതാരാണെന്ന് പരിചയപ്പെടുത്തൂ. ഇത് രമേശിന്റെ ഭാര്യയാണ്. രമേശിന്റെ ഭാര്യയോ? എന്താ ഭാര്യയാന്ന് കേട്ടാ മനസ്സിലായില്ലേ? ഭാര്യയോ ഗേൾഫ്രണ്ടോ? ഭാര്യ എന്ന് പറഞ്ഞാൽ സാറിന് മനസ്സിലാകാത്ത പോലെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ല. ഇരിക്കണം, കാപ്പിടിക്കണം. സാമ്പാർ. രമേശ് കോയമ്പത്തൂർ പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. രമേശല്ലേ, നമ്മുടെ രമേശൻ. ഭാര്യയുണ്ട്. ഭാര്യ ഭാര്യ കല്യാണം കഴിക്കുന്ന. എന്താണ് ഈ പറയുന്നത്? എന്തുവാ മോനെ? രമേശൻ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നത് കല്യാണം കഴിച്ചിട്ടാണ്. കള്ളം കള്ളമാണച്ചാ. ഭക്ഷണത്തിനും പറയരുത്. എന്റെ മോൻ കള്ളം പറയത്തില്ല. ശങ്കരി, ഞാനിപ്പോ രമേശന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. അയാളുടെ ഭാര്യ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. കണ്ടു കാണും. ഇല്ല, രമേശ് ഒരു കാലത്തും വഞ്ചിക്കുന്നവനല്ല. രമേശ് എന്നെ വഞ്ചിക്കയില്ല അച്ഛാ. ഏതോ സ്ത്രീയെ കണ്ട് സംശയിച്ച് എന്താ പറയുകയാണ്. അമ്മാവനിപ്പോ എന്റെ കൂടെ വന്നാൽ രമേശിന്റെ ഭാര്യ ഞാൻ കാണിച്ചു തരാം. കള്ളമാണ് പറയുന്നതെങ്കിൽ ശങ്കരി, ഇന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മടങ്ങേണ്ടി വരും. കാപ്പി. സുമതി ചേച്ചിയും ഉണ്ണിച്ചേട്ടനും സിനിമയ്ക്ക് പോയി. രമേശ്, ഈ സ്ത്രീ ഏത്? പറയാം. ഓഹോ, അത് പറയാൻ ഇനി മുഹൂർത്തം നോക്കണം. അതെന്താ പറയാൻ വിഷമം? ഞാൻ അങ്ങയുടെ ഭാര്യ എന്ന് പറഞ്ഞുകൂടെ? രമേശ്, നിങ്ങൾ ഇത്രയും ഭയങ്കരനാണെന്ന് ഞാൻ കരുതിയതേയില്ല. ദയവ് ചെയ്ത് ഞാനൊരു വഞ്ചകനാണെന്ന് മാത്രം അങ്ങ് ധരിക്കരുത്. ഞാൻ ഇങ്ങനെ ഒരു ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുന്നത് ഞാനൊരു നല്ല മനുഷ്യനായതുകൊണ്ടാണ്. ഞാനെല്ലാം സാവകാശം പറയാം. ഒറ്റ ബാക്കിയുള്ള മറുപടി മതി എനിക്ക്. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലേ? ഈ നിൽക്കുന്ന സ്ത്രീ നിങ്ങളുടെ ഭാര്യയല്ലേ? സന്ദർഭം എന്നെ ഊമയാക്കിയിരിക്കും. ഞാൻ അങ്ങയുടെ ഭാര്യയാണെന്ന് പറയാത്തത്? രമേശ്, നിങ്ങൾ എന്റെ മകളെ ദ്രോഹിക്കുകയാണ് ചെയ്തത്. 2 ദിവസം മുമ്പ് കൂടെ അവളെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് കൊടുത്തില്ലേ? നിങ്ങൾ എന്റെ മകളുടെ ജീവിതം തകർക്കുകയായിരുന്നു രമേശ്. നിങ്ങൾ എന്റെ ഭർത്താവിനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആരുമില്ലാത്തവളാണ്. ഈ ഒരു മനുഷ്യന് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നെ അനാഥയാക്കി എന്റെ ജീവിതം നശിപ്പിക്കരുത്. മോളെ, നിന്റെ ഭർത്താവിന്റെ വഞ്ചന 2 സ്ത്രീകളെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും ഇടയാക്കില്ല. എന്റെ മകളുടെ വേദന അവളുടേതായി തന്നെ ഇരിക്കട്ടെ.
എന്നോടുള്ള പെരുമാറ്റത്തിന്റെ അർത്ഥം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്താണച്ചാ മനോഹരൻ പറഞ്ഞത് കള്ളമല്ലേ അച്ഛാ? അവൻ കള്ളമാണ് പറയുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, അല്ലേ അച്ഛാ? മോളെ, രമേശ് നമ്മളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം വേറെ വിവാഹം കഴിച്ചിരിക്കും. എവിടെ പോകുന്നു തിടുക്കത്തില്? എനിക്ക് ഹേമയെ ഒന്ന് കാണണം. ഹേമയെ കാണണോ? ഹേമയെ കാണണം പോലും. മര്യാദയായിട്ട് സംസാരിക്കണം. നീ ഞങ്ങളെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുകയാണോ? ഹേമയെ കാണാൻ നീ അവിടെ ആരാ? ശരി, എനിക്ക് ഹേമയെ കാണണ്ട. ഈ എഴുത്ത് ഹേമയ്ക്ക് പ്രത്യേകിച്ചു. നിന്റെ എഴുത്തോട് ചൂട്